മുഴുവൻ സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ്. LDF के नेतृत्व में विकास की अग्रणी यात्रा അതിഥിയുടെ അഭിനന്ദനം അത്രയേ ഉള്ളൂ. സമ്പൂർണ്ണ ചാറ്റരുട ബന്ദർക്ക ബട്ട്. ഇനിയാണ് അടാറ് സാധനം. ഹിന്ദിയിൽ ബാനർ, ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരണം. കണ്ടോ രോമാഞ്ച കഞ്ചുകനായ സഖാവ് ഗോവിന്ദനെ കണ്ടോ? ഇനി ജയ് വിളിക്കും മുൻപ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടാലോ? നാളെ വന്നാൽ നിങ്ങൾക്ക് 2000 രൂപ. ആരെന്ത് ചോദിച്ചാലും ഇത് പറഞ്ഞാൽ മതി. തും ചുപ്പ് ചാപ്പ് ബൈട്ടോ. എന്താ ചെയ്യ ഗോവിന്ദന്റെ ഒരു അവസ്ഥയെ. ഇപ്പൊ മനസ്സിലായി ബംഗാൾ എങ്ങനെയാണ് നശിച്ചതെന്നും കേരളം എങ്ങനെയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നും. 34 വർഷം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആ നാട് കുട്ടിച്ചോറാക്കി. അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. 100 കണക്കിന് ആളുകൾ. അവരെ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവരെ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. അവിടുത്തെ ലോക്കൽ ബ്രാഞ്ച് ജില്ലാ സെക്രട്ടറിമാർ ഇന്ന് കേരളത്തിൽ കൂലിപ്പണിയും കഞ്ചാവ് വിൽപ്പനയും പൊറോട്ടയടിയും. പടപിടിച്ച് കേരളത്തിൽ ചെന്നപ്പോ ബംഗാളിലെ പാർട്ടി സെക്രട്ടറിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല. ഗോവിന്ദന്റെ കോമഡി ഷോയ്ക്ക് ആളില്ല. ബംഗാളികളെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. തനിക്ക് ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ആയിക്കോട്ടെ. CPM-ന്റെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന സ്ഥലമാണ് പിണറായി, കണ്ണൂരിലെ. അവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നേതൃത്വം നൽകുന്ന ജാഥയ്ക്ക് ബംഗാളികളെ ഇറക്കേണ്ട ഗതികേട്. പ്രദേശത്ത് കെട്ടിട നിർമ്മാണ ജോലിക്ക് വന്ന ബംഗാളികളാണ്. അവരെയാണ് CPM രംഗത്തിറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചത്. പണവും ബടാബവും നമുക്കുണ്ടിനാ, സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ. മുദ്രാവാക്യം വിളിക്കാൻ പരിശീലനം നൽകുന്നതാകട്ടെ CPM-ന്റെ പ്രാദേശിക നേതാവ്. ചടങ്ങ് എന്താണെന്ന് ചോദിച്ച ജൂനിയർ പൊറോട്ട അടിക്കാരെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ്. രണ്ടാമത്തെ നിരയിൽ നിൽക്കുന്നതേ ബംഗാൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അല്ലയോ? അതിന് തൊട്ട് നിൽക്കുന്നതേ മുൻ കൗൺസിലർ അല്ലയോ? ഇപ്പൊ കേരളത്തിൽ പൊറോട്ട അടിക്കുന്നു, ഒരാൾ വാർക്കപ്പണി. എന്തായാലും അവർ പണിയെടുത്ത് തന്നെ കേട്ടോ തിന്നുന്നത്. ഇവിടെ സഹകളാണെങ്കിൽ രക്തസാക്ഷി ഫണ്ട് കട്ട് തിന്നുന്നു. നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. LDF ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരെ. അതുകൊണ്ട് ഇത് നമ്മുടെയും ആവശ്യം. ആ അന്തം ബംഗാളികൾ തിരിച്ചറിയുന്നില്ല. ഈ നാട് കൂടി കുട്ടിച്ചോറായാൽ പിന്നെ എങ്ങോട്ട് പോകുന്നു? ഇന്ത്യയിൽ മറ്റൊരിടം ഇല്ലല്ലോ. മലയാളിയെ കൊണ്ട് സമരം നടത്തിച്ചും കിറ്റ് നൽകിയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയും മലയാളി നാട് വിട്ടു. ഇനി ജീവിക്കാനായി വന്ന ബംഗാളിയെ കൂടി നാട് കടത്തിക്കുമാര്. ഗോവിന്ദൻ ഇവർക്കൊക്കെ വോട്ട് ചേർത്ത് കാണുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടത്.